ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡനാങ്ങിൽ ഞങ്ങൾ താമസിക്കുന്ന ഗോൾഡൻ ലോട്ടസ് ഹോട്ടലിൻ്റെ ലോബിയിലാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ബനാ ഹിൽസിലേക്ക് പോകണം. ബനാ ഹിൽസ് ഇവിടെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം സീ ലെവലിൽ നിന്ന് 1500 മീറ്റേഴ്സ് എബവ് ആണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങളുടെ ബനാ ഹിൽസിലേക്കുള്ള ബസ് വരാറായി. അപ്പം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ഈ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഈ ടൂർ പാക്കേജ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവർ പറയുന്ന സമയത്ത് നമ്മൾ റെഡി ആകുക. ഓക്കെ, നമ്മുടെ മലയാളികളുടെ സമയം കൊടുക്കരുത് കേട്ടോ. നമ്മൾ എന്താ പറയുക 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ഡിലേ കൊടുക്കരുത്. കാരണം ഈ ബസ്സിലൊക്കെ വേറെ ആൾക്കാരും ഉള്ളതാണ്. അപ്പം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കറക്റ്റ് സമയത്ത് റെഡിയായി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണെന്നേ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, ബനാ ഹിൽസിലേക്കാണ് തോന്നുന്നു, പക്ഷേ നമ്മുടെ ടൂർ പാക്കേജുകാരുടെ അല്ല. ഓക്കെ, ഇത് കണ്ടോ, ഞങ്ങളെല്ലാം റെഡിയായിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നു. കണ്ടോ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, ഗോൾഡൻ ലോട്ടസ് ഹോട്ടൽ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ മുമ്പിലൊക്കെ വേറെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഈ ജസ്റ്റ് അക്രോസ് ദ റോഡ്, ഈ റോഡ് കഴിഞ്ഞ് അടുത്ത റോഡ്. ഓക്കെ, അത് ബീച്ചാണ്. വൈകുന്നേരം പറ്റുമെങ്കിൽ ഞാൻ അതിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. നിങ്ങൾ എൻ്റെ കഴുത്ത് കിടക്കുന്ന ഈ മാല ശ്രദ്ധിച്ചോ? ഞാനിത് ഹലോങ് ബേ പോയപ്പോഴത്തേക്കും അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അന്ന് അവർ റിയൽ പേളാന്നാണ് പറഞ്ഞത്. ഈ മാല, ഒരു മോതിരം, ഒരു കമ്മലൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പം ഇന്നിപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ബനാ ഹിൽസിലേക്കുള്ള ഓൺ ദി വേ ആണ് ടൂറ്. അപ്പം അന്നേരത്തേക്കും അവിടെ ചെന്ന് അവർ പറഞ്ഞ് ലോങ് ക്യൂ ആണ് ടിക്കറ്റിന്. അപ്പോൾ ടൂർ ഗൈഡ് പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാം. അതുവരെ നിങ്ങൾ ഒരു പേളിൻ്റെ ഒരു ഫാക്ടറിയും വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കട, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കയറാൻ പറഞ്ഞു. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. സോ ഇത് അഗർവുഡിൻ്റെ പ്രോഡക്ട്സാണ്. അഗർവുഡ് എന്ന് പറഞ്ഞ ഒരു ട്രീയിൽ നിന്ന് കിട്ടുന്ന സാധനം, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബീഡ്സ്, അതിൻ്റെ മാലകൾ, കാര്യങ്ങൾ കൊന്ത വരെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നുള്ളൂ. നിങ്ങളെ പേൾ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. പേളിൻ്റെ സെക്ഷനാണിത്. പല ടൈപ്പ് പേൾ. ഇവർ പറയുന്നത് ഒറിജിനൽ പേൾ, റിയൽ പേളാണെന്നാണ് ഇവർ പറയുന്നത്. അതെ, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാമോ ഈ ഓർണമെന്റ്സ്? ഇത് കാണിക്കാനായിട്ടുള്ള കാര്യം ഉണ്ടെന്നറിയോ, ഞാൻ ഇത് വാങ്ങിച്ചതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് അവർ എന്നാ ഇവിടെ ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഞാനിത് ഇവരെ കൊണ്ട് ഇത് മേടിക്കുന്നതിന് അപ്പം ഞാൻ ഇവരെ കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യിച്ചു. ഇത് എന്താ ഞാൻ എടുത്തിരിക്കുന്നത് റിയൽ പേളാണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യിച്ചു. അപ്പം അവർ പറഞ്ഞു ഇത് റിയൽ പേളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഈ കടയിൽ എന്ത് ദൈവമേ, നമുക്ക് നേരെ ഡബിളാണ്. അപ്പം നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് സാധനങ്ങൾ വാങ്ങിക്കുക. പേളൊക്കെ ഇവിടെ നമുക്ക് റിയൽ പേൾ കിട്ടും. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡബിൾ പ്രൈസ് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. അപ്പം അങ്ങോട്ട് കയറി പോവുകയാണ്. ബനാ ഹിൽസിൻ്റെ എൻട്രി പോയിന്റ് ആണ് കേട്ടോ ഇത്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതേ, നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ കേബിൾ കാറെ കയറാനായിട്ട് നമ്മളിവിടെ വരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതെ, നല്ല തിരക്കാണ് ഇവിടെ. പുള്ളിക്കാർ പറഞ്ഞായിരുന്നു, ഗൈഡ് പറഞ്ഞായിരുന്നു ഓൾറെഡി ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ എല്ലാം സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മളങ്ങനെ വന്ന് നിൽക്കുകയാണ്. 10 മിനിറ്റ് നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതെ, അവിടെ കാഫറ്റീരിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ആ കൺസ്ട്രക്ഷനൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഉണ്ടോ? ഇതാണ് എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ഇത് ലൂസ് ചെയ്യാൻ പറ്റിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ചില്ല. ലഞ്ച് പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ടിക്കറ്റ് കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും അത് പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു ബ്രൗഷറൊക്കെ തരുന്നുണ്ട്. അത് വാങ്ങിച്ചു. കണ്ടോ, ഇതാണ് ബ്രൗഷറ്. കണ്ടോ, സൺവേൾഡ് ബനാ ഹിൽസ്. ഓക്കെ, സോ നമ്മളിനി എലിവേറ്റർ കയറി മേളിലോട്ട് പോകണം. ഓക്കെ, ഒരുപാട് ആൾക്കാരാണ്, നല്ല തിരക്കാണ്. അപ്പോൾ പിള്ളേരെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പിള്ളേരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നെ കൂടെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വീഡിയോ എടുത്ത് ഞാൻ കളഞ്ഞു പോരുതല്ലോ. അപ്പം ഞാൻ എലിവേറ്ററിലേക്ക് കയറുകയാണ്. അപ്പം ഓക്കെ, എലിവേറ്ററിൽ കയറി കേട്ടോ. അതിൻ്റെ ഒരു ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉരുണ്ട് വരണ്ട് വീഴുകയല്ലേ. മേളത്തെ കാഴ്ചകൾ കണ്ടോ, അതെ, ഒരു ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ. നല്ല ഭയങ്കര എക്സൈറ്റഡ് ആണേ. ഈ ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്നല്ലേ പറയുന്നത്. ടൂർ ഗൈഡ് ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നതേ. ഇതാണ് ലീ എന്നാണ് കേട്ടോ ടൂർ ഗൈഡിൻ്റെ പേര്. അപ്പം ഞങ്ങളിവിടെ വന്ന് ബാക്കിയുള്ളവരും കൂടെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.